എന്റെ ദൈവമേ. അയ്യോ. അവളുണ്ടല്ലോ ഇന്ന് നന്നായിട്ട് ഉറങ്ങും. പക്ഷേ നാളെ അവൾ ഉറങ്ങത്തില്ല. പിന്നെ നാളെ അവൾ അറിയും അവളുടെ പേരക്കുട്ടി പോയെന്ന്. ഇതുവരെയായിട്ടും മോൾ അമ്മയുടെ ഫോൺ എടുത്തില്ലല്ലോ. അതുപോലെ തന്നെ ആ ആനന്ദവും ലേഖയൊന്നും അവളെ വിളിച്ചതുമില്ലല്ലോ. ഇപ്പോ എല്ലാവരും കൂടെ കരയുന്നവളെ സമാധാനിപ്പിച്ചോണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ തന്നെ പോട്ടെ. ഈ സമയത്ത് എങ്ങനെയാ വിളിക്കുന്നത്? എന്നാലും ഒരു സമാധാനമില്ലല്ലോ. ലേഖ എന്ന് വിളിച്ചാലോ? മഹിയുടെ അമ്മയാ വിളിക്കുന്ന. എടുത്തിട്ട് വിവരം പറ. അമ്മയായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല. നല്ല ഭയം കാണും. അതുകൊണ്ടാ ഈ സമയത്ത് വിളിക്കുന്നത്. അമ്മേ. മോളെ, ഇന്ന് ആരും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഞാൻ നേരത്തെ വിളിച്ചപ്പോ എടുത്തതുമില്ല. അമ്മയുണ്ടാക്കിയ പലഹാരം വെറും വയറ്റിൽ തന്നെ മഹി കഴിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു, തോമസ് സാറിന്റെ വീട്ടിലേക്ക്. അയ്യോ, എന്റെ മോൾക്ക് എന്തു പറ്റി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അമ്മേ. കണ്ണേട്ടൻ ഇവിടെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. ദാ. ഹലോ അമ്മേ. മോനെ, എന്താ പറ്റിയത്? ഏയ്, ഒന്നും പറ്റിയില്ലമ്മേ. ഇവിടേക്ക് കൊണ്ടുവരുമ്പോ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയം ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനൊന്നും പറ്റിയിട്ടില്ല. അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുക. മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ആണല്ലോ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്. അത് കഴിച്ചിട്ട് ഇതുവരെ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് കുഴപ്പമുണ്ടായതല്ലമ്മേ, കുഴപ്പമുണ്ടാക്കിയതാ. പ്രതി അയാള് തന്നെയാ, തല്ലുകൊണ്ട് അവിടെ കിടക്കുന്നയാള്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെയാ അയാളുടെ വാരിയിൽ തകർത്തിട്ട് വന്നത്. ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പൊ അയാൾക്ക് എങ്ങനുണ്ട്? അയാൾ അവിടെ കിടന്ന് നിലവിളിക്കുക. കുറെ നിലവിളിക്കും. അതുപോലെ അയാളെ ചവിട്ടി കൂട്ടിയത്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഞാൻ അതേ കൊടുക്കാം. ആ അമ്മേ, എനിക്കൊരു കുഴപ്പമില്ലമ്മേ. ശരിക്കും പേടിച്ചു പോയായിരുന്നു. പിന്നെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴാ സമാധാനമായത്. നാളെ തന്നെ ഞാൻ ഇവിടുന്ന് പോവും. ഇവിടെ ഒരാള് തല്ലുകൊണ്ട് നിലവിളിക്കുന്നത് കണ്ടപ്പോ ചെറിയൊരു സഹതാപമൊക്കെ തോന്നിയതാ. ഒരിക്കലും മാറില്ല. അയാളും അയാളുടെ അമ്മയും മോളും ഒക്കെ. ശരി മോളെ, ഞാൻ വിളിച്ചോളാം. ശരി അമ്മേ. കണ്ണേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതുകൊണ്ടാ യഥാർത്ഥ പ്രതി ആരാണെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മഹിക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ സംഭവിച്ചെന്ന് നമ്മൾ പരസ്പരം ചോദിച്ചോണ്ടിരുന്നേനെ. ഇനി അയാൾ ആരെയാണ് വീട്ടിലേക്ക് അയച്ചത്, ആരാണ് മതില് ചാടിക്കടന്ന് പലഹാരത്തിൽ വിഷം ചേർത്തെന്നുള്ളത് അറിയണം. അതവിടുത്തെ CCTV പരിശോധിച്ചാൽ മതി കണ്ണേട്ടാ. ഞാനും അനന്തോട് ചെക്ക് ചെയ്യുന്നുണ്ട്. പ്രതാപനെയും അയാളുടെ അമ്മയും പോലീസുകാരെ പിടിച്ചോണ്ടുപോയി തല്ലിയപ്പോ അയാൾ പേടിച്ചിട്ട് ഉടൻ തന്നെ ഇങ്ങനൊരു തിരിച്ചടി തരുമെന്ന് കരുതിയില്ല. മർമ്മം നോക്കി അയാൾ കൊത്തിയത്.
കുഞ്ഞു പോയി കഴിഞ്ഞാ അയാളും അയാളുടെ അമ്മയെക്കാളും കൂടുതൽ നമ്മൾ കരയുന്ന അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ മാർഗം തിരഞ്ഞെടുത്തത്. മക്കളെ, ഞാനേ പയ്യെ ഒന്ന് ചൂട് വെച്ച് തരട്ടെ. അയ്യോ വേണ്ട അപ്പൊ എല്ലാം ശരിയായിക്കോളും. ശരിയാവും. പതുക്കെ, വളരെ പതുക്കെ. വേണ്ട. അങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ. അമ്മ എന്നെ പൊള്ളിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാ. അല്ലടാ, നീ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ. വേണ്ട 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 വേണ്ട. എടാ പതുക്കെ അങ്ങോട്ട് തിരിഞ്ഞാണ്. അങ്ങോട്ട് തിരിഞ്ഞാണ്. പതുക്കെ 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 തിരിഞ്ഞാ മതി. പതുക്കെ ഉടുപ്പ് അങ്ങ് പൊക്കി വെച്ചോളാം. അമ്മ പതുക്കെ ചൂട് വെക്കുള്ളൂ കേട്ടോ. പതുക്കെ വെച്ചാ മതി. നല്ലോണം ആറ്റിട്ട് വെക്കണേ. അയ്യോ, എന്റെ പൊന്നുമക്കളെ, നീ ഇങ്ങനെ കിടന്ന് കരയാതെ. അലറി കരയ. എന്താടി? അതുപോലെയുള്ള പാപങ്ങളല്ലേ നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത്? അയ്യോ, അകത്തോട്ട് പോയിട്ട് വന്നപ്പോഴെന്താ ഇവക്ക് ഇങ്ങനെ ഒരു ഭാവമാറ്റം? എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയുടെ മോൻ പറഞ്ഞില്ലേ? എന്ത്? എന്റെ മോളിപ്പോ ആ തോമസ് സാറിന്റെ അടുത്ത വിഷം ഉള്ളി ചെന്നിട്ട്. ഞാൻ നല്ല ശുദ്ധമായ പലഹാരം എന്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അത് കഴിച്ചിട്ട് മോളിപ്പോ തോമസ് സാറിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അതിന്റെ അകത്ത് വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദേ അമ്മയുടെ മോൻ തന്നെ ആയിരിക്കും. അമ്മ വെറുതെ നിരപരാധിയായ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ആ ലേഖയുടെ വീട്ടിലേക്ക് വരുമ്പോ അമ്മ അവിടെ ഇരുന്ന് പലഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ. പിന്നെ അവിടെ വന്നോ അച്ഛൻ അതിനകത്ത് വിഷം കലർത്താൻ? ഇങ്ങേര് കലർത്തിയില്ലെങ്കിൽ ഇങ്ങേര് ആളെ വിട്ട് കാണും അതിൽ വിഷം കലർത്താനായിട്ട്. അമ്മേ, ഇവൾ എന്തൊക്കെയാ പറയുന്നേ? പറയട്ടെടാ, പറയട്ടെ. എടീ മോഹിനി, നീ എന്നെ ഇവനെ പോലീസ് സ്റ്റേഷൻ ഇട്ട് തല്ലിച്ചില്ലേ? അതിനു പകരമായിട്ട് ദൈവം തന്നതാ. നിന്റെ മോളുടെയും കൂടെ മാത്രമല്ല ദൈവം ഉള്ളത്. ചില നേരത്തെ ഞങ്ങൾക്കൊപ്പം നിൽക്കും. അതിന്റെ തെളിവാണ് ഈ കണ്ടത്. ആരും കൂടുതലൊന്നും പറയണ്ട. എല്ലാവർക്കും സംശയം ദേ ഇങ്ങനെ തന്നെയാ. ഞാൻ എന്ത് ചെയ്യുന്ന? എന്റെ ഗ്രഹണ സമയത്ത് എല്ലാരും സംശയിക്കാമേ. ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യത്തിനാ ഇപ്പൊ പഴി കേട്ടോണ്ടിരിക്കുന്നത്. അതിനായിരിക്കും ചിലപ്പോ ഞാൻ തല്ലും കൊണ്ടത്. എന്നിട്ട് ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല. വിഷം ഉള്ളി ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി കുഞ്ഞിനെന്തെങ്കിലും പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായല്ലോ. എടി, എന്തു സംഭവിച്ചാലും ശരി, അത് നിന്റെയും നിന്റെ മോളുടെയും കർമ്മഫലവാ. ആ കർമ്മഫലം ആരുണ്ടാക്കിയാലും ശരി, അവരെയൊന്നും എന്റെ മോളും മരുമോനും വെറുതെ വിടില്ല. മരുമോനാ? ഏത് മരുമോൻ? ഇവൾക്കറിയാം ഇവളുടെ ഇപ്പോഴത്തെ മരുമകൻ ആരാണെന്ന്. ഓ, കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് ഒരു പെണ്ണിന്റെ ഭർത്താവ്. അങ്ങനെ വരുമ്പോ ഇപ്പോഴുള്ള ഇവളുടെ മരുമോനെ പറ്റിയാ ഇവള് പറഞ്ഞത്. അതാ മാർക്കോ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അവൻ എന്നോട് ഈ ചതി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും നിനക്ക് സത്യം ഒന്ന് പറഞ്ഞൂടെ? അറിയാതെ നിന്റെ നാവിന്ന് വന്നല്ലോ. നിന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്കും നിന്റെ മരുമോനും അത് സഹിക്കത്തില്ലല്ലോ. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത മരുമോൻ ആരാടി? പോയി അന്വേഷിക്കേ, എന്നിട്ട് കണ്ടുപിടിക്കേ. പ്രതാപ, അവളുടെ വയറ്റിൽ നിന്ന് അലസിപ്പോയത് ആ മാർക്കോടെ കുഞ്ഞാണെങ്കിൽ നിന്റെ വയറ്റിൽ നിന്നും കുറെ ചോരയൊക്കെ പോവല്ലോടാ. അന്ന് ആ മേഘം കാറുകൊണ്ട് ഇടിച്ചപ്പോഴേ അവൻ അങ്ങ് തീർന്നിരുന്നെങ്കിൽ ഇപ്പൊ ഒന്നും പേടിക്കാനില്ലായിരുന്നു. അന്ന് അവൻ എന്തിനാ ആ കാറിന്റെ പിന്നാലെ പോയതെന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് മോൾക്ക് മനസ്സിലായില്ലേ? മേഘനെയും അതിന്റെ കൂടെ കണ്ണനെയും കൂടെ കൊല്ലാനായിട്ട് അവൻ പോയത്. അതിനിടയ്ക്കല്ലേ
മേഘം കൊണ്ടുപോയി അവന്റെ വണ്ടിയിൽ ഇടിച്ചത്. അതോടെ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാർക്കോ മേഘന്റെ തലയ്ക്ക് കല്ലെടുത്തിട്ടതാ. ഓ ആ ശരിയാ. അങ്ങനെ അവന്റെ ബോധം പോയതോടെ കണ്ണൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ കണ്ണനെ കൊന്നേനെ മാർക്കോ. അതിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്റെ അമ്മോ വയ്യായേ. അയ്യോ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അവള് തോമസ് വൈദ്യന്റെ അടുത്താണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് ഒരു സന്തോഷവും ഇല്ലാടാ? സന്തോഷമുണ്ടമ്മേ, എന്നുവെച്ച് വേദനയ്ക്കൊരു പരിഹാരമില്ലല്ലോ. ഇപ്പഴാ നീ തല്ലുകൊട്ടതിന്റെ ഒരു സുഖം എനിക്ക് കിട്ടിയത്. എന്തോ അമ്മ ഈ പറയുന്നേ? ശബത്തി കുത്തല്ലേ? ഓ എടാ, അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റിയില്ലേ അവളുടെ കുഞ്ഞു പോയെന്ന്. ഓ അത് നല്ല കാര്യ. അവളുടെ കുഞ്ഞു പോയിന്നാരും പറഞ്ഞില്ലല്ലോ. വിഷം ഉള്ളിൽ ചെന്നല്ലോ, പിന്നെ കുഞ്ഞു ജീവനോടെ ഇരിക്കുവോ? അത് പോയി. ഇവളോട് ചിലപ്പോ അവളുടെ മോള് ലേഖയൊന്നും പറഞ്ഞു കാണില്ലായിരിക്കും. പക്ഷെ അമ്മയുണ്ടാക്കിയ പലഹാരം മോള് കഴിച്ചെങ്കിൽ ഇപ്പോ ഇവിടെ കിടന്ന് ചാടിത്തുള്ളിപ്പോയവളുടെ പേരക്കുട്ടി സ്വാഹ. മിക്കവാറും തോമസ് സാറിന്റെ സഹായം തേടി അയാൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രതാപൻ. എന്തുപറ്റി സാറേ? ഇന്നലെ രാത്രി ശരിക്കൊന്ന് പൊട്ടിച്ചു. മാർക്കോയെ അനുകരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അയാൾ മഹിയുടെ കുഞ്ഞുപോയ സന്തോഷത്തില് മദ്യപിച്ച് വീട്ടിലേക്ക് വന്നിറങ്ങിയതാ. കാത്തു നിൽക്കായിരുന്നു ഞാൻ. പിന്നെ പൂരെ തല്ലി ഇടിച്ചവന്റെ വാരിയിൽ ഒടിച്ചിട്ടുണ്ട്. സാർ അത് ചെയ്തത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അവനെ പഞ്ഞിക്കിട്ടാനെ. സാറേ, ഇതിപ്പോ പ്രതാപന്റെ ചതിയിന്ന് മഹാലക്ഷ്മി രക്ഷപ്പെട്ടു. പക്ഷേ എപ്പോഴും ഇതുണ്ടാവണമെന്നില്ല സാറേ. ഇന്ന് പ്രതാപനാണെങ്കിൽ നാളെ അയാളുടെ മോളോ ഉണ്ണിയോ സാറിന്റെ രണ്ടാനമ്മയൊക്കെ ഇത് തന്നെ ചെയ്തു എന്ന് വരാം. എനിക്കറിയാം മാർക്കോ, ഇത്തവണ ഒരു പിഴവ് പറ്റി. പക്ഷേ അതിനു മുമ്പൊക്കെ അപകടങ്ങൾ അപ്പം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴെൻ്റെ ടെൻഷൻ അതൊന്നുമല്ല. തോമസ് സാർ പറഞ്ഞു കഴിഞ്ഞു, ജനിക്കുന്ന എൻ്റെ കുഞ്ഞിന് വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് എന്തെങ്കിലും വൈകല്യം കാണുമെന്ന്. അതാണെങ്കിൽ ഞാൻ മഹിയോട് പറഞ്ഞിട്ടുമില്ല. അതെന്തായിരിക്കുമെന്ന് സാറിന് പോലും പറയാൻ പറ്റില്ല. സ്കാനിങ് നടത്തിയപ്പോൾ കുഞ്ഞിന് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അല്ല, മറുമരുന്ന് ഉള്ളിൽ ചെന്നതുകൊണ്ട് ഇനി കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണല്ലോ സാറ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോഴും മരുന്നുള്ളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അകത്തേക്ക് ചെന്ന വിഷത്തിന്റെ തീവ്രതയിൽ ചെറിയ എന്തെങ്കിലും പാളിച്ചകൾ കുഞ്ഞിന് വരുമെന്ന് സാറ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മാർക്കോ. എന്നാ പ്രതാപനെ അങ്ങ് കൊന്നു കളഞ്ഞുകൊണ്ടായിരുന്ന സാറേ. ഇത് എത്രാമത്തെ തവണ അവൻ്റെയൊക്കെ ശരീരം ചതയ്ക്കുന്നത്? ഒരുത്തനാണെങ്കിൽ ഇപ്പോൾ കോമ സ്റ്റേജിലാ. അല്ലെങ്കിൽ ആ മഹാഭാവിയെ യാത്രയാക്കേണ്ടി വന്നനെ പരലോകത്തേക്ക്. ഞാനും മഹിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് ഞങ്ങളെ വെറുക്കുന്നവർക്കൊക്കെ സന്തോഷമായതാ. എന്നിട്ടും പ്രതികാരം തീരുന്നില്ല. ആ കുഞ്ഞിനെയും കൊല്ലണം. വല്ലാത്തൊരു മാനസികാവസ്ഥ ഇവരുടേത്. ആ കുഞ്ഞിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുക സാറേ. സാറിനെയും മഹാലക്ഷ്മിയും പോലെ അനന്ത് സാർ അദ്ദേഹത്തിൻ്റെ വൈഫും ഒക്കെ ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനും ലാളിക്കാനും ഒക്കെ നോമ്പ് നോറ്റിരിക്കുക. ഞാനും ലോപ്പസൊക്കെ അങ്ങനെ തന്നെയാ. നമുക്കെല്ലാവർക്കും നിരാശ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും വ്യക്തമായൊരു തീരുമാനം എടുത്തേ പറ്റൂ സാറേ. ഞാൻ നടന്നെന്നറിഞ്ഞപ്പോൾ ഒരുത്തം കാണിച്ച പ്രകടനമൊക്കെ മാർക്കോയും കണ്ടതാണല്ലോ. നടക്കുന്ന കണ്ണനെ, മഹാലക്ഷ്മിയെ സ്നേഹിക്കുന്ന കണ്ണനെ, അതിലുപരി അയാളുടെ കുഞ്ഞിന്റെ അച്ഛനെ അവരാരും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ വേണ്ടാന്നാ അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ കൈയും കാലുകളൊന്നും അനങ്ങുന്നില്ലല്ലോ സാറേ. ഇതുവരെ ഇല്ലെന്നാ അമ്മായി പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ തന്നെ വിധി എഴുതിയിരിക്കുന്നത്. അടുത്തെങ്ങും അവന്റെ നാവും ശരീരവും ചലിക്കില്ല എന്ന്. അങ്ങനെ കിടക്കട്ടെ സാറേ. അതേ അവസ്ഥയിൽ കിടത്തേണ്ടതായിരുന്നു പ്രതാപനെ. സാരമില്ല, ഇപ്പോൾ എൻ്റെ ശരീരമൊക്കെ സെറ്റായി. ഇനി മഹാലക്ഷ്മിയുടെ മേൽ ഞങ്ങളുടെ ഒരു കണ്ണുണ്ടാവും. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരാപത്ത് വരാനും ഞങ്ങൾ സമ്മതിക്കില്ല.
അവനെ തല്ലിയതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ? അവൻ തന്നെയാ ഈ മഹാപാപം ചെയ്തിരിക്കുന്നേ. പ്രതാപൻ പറഞ്ഞുവിട്ട ആളാ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. പ്രതാപന് നമ്മളോട് ശത്രുത കൂടിയിട്ടുണ്ട്. കാരണം അവൻ എത്രത്തോളം മനസ്സ് നൊന്താ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയത്. അവനെ മാത്രമല്ല, അവന്റെ മുമ്പിൽ വെച്ച് അവന്റെ അമ്മയും തല്ലി. ആ വൈരാഗ്യം എന്തായാലും അവന് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. എടാ, നമുക്കൊരു കേസ് ഫയൽ ചെയ്താലോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. പോലീസുകാർ തല്ലുന്നതിനേക്കാൾ നല്ല തല്ല ഞാൻ അവന് കൊടുത്തത്. എന്ന് മാത്രമല്ല, എന്റെ കുഞ്ഞിനും മഹിക്കും ഒരു കുഴപ്പമില്ല. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാം. ശരിക്കും നമ്മളൊക്കെ സൂക്ഷിച്ചേ പറ്റൂ. വീട് മാറി നിന്നിട്ടും പ്രയോജനമൊന്നും കിട്ടിയില്ല. ഏയ്, ഇതുവരെ പ്രയോജനം ഉണ്ടായി. ഇവിടെ ചെറിയൊരു പിഴവ് സംഭവിച്ചു. എല്ലാം നടന്ന ശേഷം അതിരാവിലെ ഉണ്ണി എൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞത്. അവൻ തലേ ദിവസം രാത്രി തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനൊരു അത്യാഹിതം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോ ഞാൻ കൊടുത്തത് സാമ്പിൾ വെടിക്കെട്ടാ. ഇനി മാർക്കോയി അവനെ വെറുതെ വിടുമെന്ന് തോന്നില്ല. എപ്പോഴെങ്കിലും കൈ കിട്ടുമ്പോൾ ബാക്കി കൊടുത്തോളും. എന്തായാലും ഇപ്പൊ എല്ലും നുറുങ്ങിപ്പോകുന്ന വേദനയുണ്ടാവും ആ ദുഷ്ടന്. തലനാരിഴിക്കാ കുഞ്ഞു പോകാതിരുന്നത്. ഇക്കണക്കിന് മഹിയുടെ വയറ്റിലുള്ളത് എന്റെ കുഞ്ഞാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു കാരണവശാലും പിന്നെ ആ കുഞ്ഞ് ജനിക്കാൻ ഈ അസുര ജന്മങ്ങളൊന്നും സമ്മതിക്കില്ല. ഇതിനിടയ്ക്ക് മേഘൻ കോമയിലായത് എന്തുകൊണ്ട് നന്നായി. ഇനി ഇടയ്ക്കിടയ്ക്ക് അവനെ കാണാൻ പോണം. അവനുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും ശ്രദ്ധിക്കണം. അവന് സംസാരിക്കാനോ അവന്റെ കൈകാലുകൾ ചലിപ്പിക്കാനോ അവന് കഴിഞ്ഞാൽ മറ്റുള്ളവർ സത്യം മനസ്സിലാക്കും. മഹിയുടെ ഡെലിവറി കഴിയുന്നതുവരെ ഇതിങ്ങനെ തന്നെ പോകുന്നത് നല്ലത്. മക്കളെ, ഇതങ്ങോട്ട് കുടിച്ചേ. എന്താ ഇതേ വെറും ചായയല്ല, മസാല ചായയാ. കുരുമുളകും ചുക്കും ഏലക്കായും എല്ലാം പൊടിച്ചു ചേർത്തിട്ടുണ്ട്. മക്കളെണീറ്റേ. ഇനി ഇത് കുടിച്ചെന്ന് കരുതി ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇതങ്ങോട്ട് കുടിക്കച്ചാ. കുടിക്കും മോനെ. എഴുന്നേക്ക്, പതുക്കെ. എണീറ്റ്. പതുക്കെ, പതുക്കെ. നീ മേടിച്ചോ? ഇല്ല, വിലങ്ങില്ല. ഇത് പിടിച്ച മോളെ. പതുക്കെ മക്കള്, പതുക്കെ എഴുന്നേക്കണേ. ശരി, പതുക്കെ. കുടിക്കച്ചാ. അയ്യോ, ഇതങ്ങോട്ട് ശരിക്കും ഇറങ്ങുന്നില്ല അമ്മേ. ഇടയ്ക്ക് എവിടേക്കോ തടസ്സമുണ്ട്. പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും ശ്വാസകോശത്തിന് കേടുപറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ അവൻ തല്ലിയ സമയത്തെ കൊങ്ങി കയറി ഒരു പിടി പിടിച്ചായിരുന്നു. അതിന്റെ ഒരു തൊണ്ടവേദനയുണ്ട്. നിനക്ക് തല്ല് കൊള്ളാത്ത ഒരു സ്ഥലം പറയാമോ? അങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ അമ്മേ. അമ്മേ, നമുക്ക് ആ തോമസ് വൈദ്യന്റെ അടുത്തോട്ടൊന്ന് പോയാലോ? അച്ഛൻ എന്താ വട്ടുണ്ടോ? നേരത്തെ അവിടെ പോയിട്ടല്ലേ പ്രേതത്തെ കണ്ടെന്നും പറഞ്ഞ് തിരിച്ചു പോകുന്നത്? അത് പ്രേതമൊന്നും അല്ലായിരുന്നല്ലോ മോളെ. പ്രേതമായിട്ട് ഒരുത്തി അഭിനയിച്ചല്ലായിരുന്നോ? ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ തെറ്റിയതുകൊണ്ടിപ്പോ തോമസ് വൈദ്യൻ കണ്ണന്റെ സൈഡാ. എന്നിട്ട് പിന്നെ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ടാണല്ലോ അവളെ ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെയാ മോളെ. അങ്ങേർക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ ചികിത്സിക്കാൻ ചെന്ന് കഴിഞ്ഞാ ആ ദേഷ്യം ഒന്നും കാണിക്കത്തില്ല. അതെ, ഇന്നിപ്പോ ആ വാമേട്ടനൊക്കെ എഴുന്നേറ്റ് കിടക്കുന്നത് അയാളുടെ കൈപ്പുണ്യം കൊണ്ടാ. അതെ. അതുമാത്രോ, കണ്ണന്റെ 2 കാൽപാദങ്ങളും ചലിച്ചു തുടങ്ങിയില്ലേ? അതൊക്കെ അവിടെ പോയതിനു ശേഷമല്ലേ. പിന്നെ ഞാൻ അങ്ങോട്ട് പോണെന്ന് പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്തായാലും ലക്ഷ്മിയുടെ കുഞ്ഞു പോയി കാണും. പക്ഷേ അത് പോയെന്ന് നമുക്കൊന്ന് തീർച്ചപ്പെടുത്തണം. അതിന് അവിടെ പോയാലേ പറ്റൂ. അത് ശരിയാ മോളെ. അവളുടെ കുഞ്ഞ് ആവിയായി പോയോന്നറിയാനേ എനിക്കും താല്പര്യമുണ്ട്.
പിന്നെ ഇവനെ വേറെ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നതിലും നല്ലത് ഇപ്പോ അതുപോലൊരു വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാ.